ശ്രീ അഡ്വക്കേറ്റ് BN ഹസ്കർ, ഗൗരവമുള്ള കാര്യമാണ് ഷോൺ ജോർജ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾക്ക് വിദേശത്ത് ഒരു അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ നിന്നും ഒരു കുഴപ്പമില്ല. അവരുടെ കമ്പനി ഉണ്ടായിരുന്നു എക്സാലോജിക്ക്. അവരുടെ നാട്ടിലെ പ്രവർത്തനം പിന്നീട് നിർത്തുകയായിരുന്നു. നാട്ടിൽ അവർക്കെതിരെ അന്വേഷണം നടക്കുന്നു, SFIയുടെ അന്വേഷണം നടക്കുന്നു, EDയുടെ അന്വേഷണം നടക്കുന്നു. അതിന് തടസ്സമുണ്ടായിട്ടില്ല. കർണാടക ഹൈക്കോടതിയിൽ നിന്ന് അവർക്കെതിരായിട്ട് വിധി വന്നിട്ടുണ്ട്. ഇതൊക്കെയുണ്ട്. പക്ഷേ ഈ അക്കൗണ്ട് വിദേശത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ പ്രശ്നമില്ല, അതിൻ്റെ നിയമ നടപടികൾ നോക്കിയാൽ മതി. പക്ഷേ ഇത് രഹസ്യമായി സൂക്ഷിച്ച ഒരു കാര്യമാണ് എന്നും അതിലേക്ക് വിദേശ കമ്പനികളുടെ പണം വന്നിട്ടുണ്ട് എന്നുള്ളതും അതീവ ഗൗരവമുള്ള കാര്യമാണ്. മറുപടി പറയേണ്ടതാണല്ലോ. കാരണം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയാണ് ആരോപണം വന്നിരിക്കുന്നത്. മഞ്ജുഷ്, നമ്മൾ ജീവിക്കുന്ന ഈ സത്യാനന്ദ കാലത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ കാലഘട്ടത്തിൽ സത്യം ചെരിപ്പിട്ട് വരുമ്പോഴത്തേക്കും നുണകൾ ലോകം ചുറ്റി വരും എന്നുള്ളതാണ്. അതൊരു പഴയ ചൊല്ലാണ്. ആ ചൊല്ല് യാഥാർത്ഥ്യമാകുന്നത് പോലെ നിർമ്മിത നുണക്കഥകൾ നിർമ്മിക്കുകയും അത് വാർത്തയാക്കുകയും ആ നിർമ്മിത കഥകളുടെ ഉപകഥകളായി വിവിധ നുണകൾ വരികയും അത് ഭീമാകാര രൂപം പൂണ്ട് നമ്മുടെ മുന്നിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്ത് വിചിത്രമായിട്ടുള്ള വാദമുഖങ്ങളാണ് ഇപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്, ഒരു വനിതാ സംരംഭക, അതിനി ആരുമായിക്കോട്ടെ, മുഖ്യമന്ത്രിയുടെ മകളെന്നോ അതാരുമായിക്കോട്ടെ, അവർ വിദേശത്ത് UAE ആസ്ഥാനമായി അബുദാബി കമേഴ്ഷ്യൽ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ട്. ഇനി ആ അക്കൗണ്ട് നിലവിലുണ്ട് എങ്കിൽ പോലും എന്ത് പിശക അതിനകത്തുള്ളത്? അതിൽ പ്രൈസ് വാട്ടേഴ്സ് ഹൗസ് കൂപ്പറും SNC ലാവലിനും ഒക്കെ പണം നിക്ഷേപിച്ചിട്ടുണ്ട്, CMRലും പണം നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന ഉപകഥ അത് ഏത് അർത്ഥത്തിലാണ് പുറത്തു വരാൻ കഴിയുക? അങ്ങനെ സംശയത്തിന്റെ നിഴൽ നിർത്തിക്കൊണ്ട് ആ ഉപകഥകൾ നിർമ്മിക്കുന്ന അത് ആണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമം മലയാള മനോരമ, ആ മലയാള മനോരമയുടെ മുൻ പേജിൽ ഈ വാർത്ത വന്നിട്ടും ആ വാർത്തയിൽ സത്യമില്ലെന്ന് അവർക്ക് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് അതിൽ ആരുടെയും പേര് പരാമർശിച്ച് കണ്ടില്ല. ഇന്ന് പ്രിയപ്പെട്ട ഷോൺ എന്ന് പത്രസമ്മേളനം നടത്തുന്നത് വരെ ഒരു മാധ്യമവും അതൊരു ബ്രേക്കിംഗ് ന്യൂസായി ഉയർത്തി കാണിക്കുവാനുള്ള ധൈര്യം കാണിച്ചിട്ടില്ല. അതാണ് ആ ഉപകഥയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. വസ്തുതകൾക്ക് നിരക്കാത്തതും കെട്ടുകഥകൾ കൊണ്ട് ഇങ്ങനെ നുണകൾ പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി നടത്തുന്ന പഴയ ജോസഫ് ഗീബൽസിന്റെ തന്ത്രം. എന്താണ് അതിനകത്ത് കെട്ടുകഥ? എന്താണ് താങ്കൾ പറയുന്ന ഈ കെട്ടുകഥ? എന്താണ് അതിന്റെ ബന്ധപ്പെട്ട ആളുകൾ വന്ന് മറുപടി പറയണം. അഡ്വക്കേറ്റ് BN ഹസ്കർ, ഭരണത്തിലിരിക്കുന്നവർക്ക് നേരെ പല ആരോപണങ്ങളും വരും. അപ്പോൾ തൃപ്തികരമായ ഒരു മറുപടി പറഞ്ഞാൽ തീരാനുള്ളതേ ഉള്ളൂ. ഇത്തരം കാര്യങ്ങൾക്ക് ഒരിക്കലും മുഖ്യമന്ത്രിയിൽ നിന്ന് മറുപടി കിട്ടിയിട്ടില്ല, മറിച്ച് അദ്ദേഹം ദേഷ്യപ്പെടാറാണ് പതിവ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കാര്യം കൂടി ഷോണിനോട് ഞാൻ ചോദിക്കാത്ത ഒരു കാര്യമാണ്, അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യം കൂടിയാണ്. ഈ അക്കൗണ്ടിൽ ഒരു ആവറേജ് ബാലൻസ് എന്ന രീതിയിൽ എപ്പോഴും കോടിക്കണക്കിന് രൂപ ഉണ്ടായിരുന്നു എന്നാണ്. അത് 10 കോടിയാണ് എന്നാണ് എന്റെ ഓർമ്മ ഷോൺ പറഞ്ഞത്. തെറ്റുണ്ടെങ്കിൽ ഷോണിന് തിരുത്താം. ഹസ്കർ, അങ്ങനെയല്ല. നിങ്ങൾ ഒരു ഇന്ത്യൻ മണി 10 കോടി രൂപ ദുബായിയെ സംബന്ധിച്ചിടത്തോളം എത്ര ദർഹംസ് ആണെന്നുള്ളതൊക്കെ നമുക്കറിയാം. ഞാൻ ഒരു സംശയം ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഷോൺ 10 കോടിയാണോ 3 കോടിയാണോ താങ്കൾ പറഞ്ഞ ഈ ആവറേജ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്? ആ 10 കോടി രൂപ എപ്പോഴും ആ അക്കൗണ്ടിൽ നല്ലൊരു ശതമാനം സമയവും 10 കോടി രൂപയ്ക്ക് മുകളിൽ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. ശരി ഷോൺ എല്ലാ കാര്യങ്ങളും അറിയാം. അഡ്വക്കേറ്റ് BN ഹസ്കർ പറയാത്തതാണ് ബാക്കി കാര്യങ്ങൾ. ശരി ഹസ്കർ. അല്ല, അങ്ങനല്ല. നിങ്ങളിപ്പോ ഈ പറയുന്ന ഉപകഥകൾക്ക് തെളിവുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരു അന്വേഷണാത്മക പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ഇന്ത്യയിലെയും കേരളത്തിലെയും അതുപോലെ വിദേശത്ത് നിൽക്കുന്ന ദുബായ് ആസ്ഥാനത്ത് ആയിട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഒരു പത്രസ്ഥാപനത്തിന് വഴി ആ അക്കൗണ്ട് ഡീറ്റെയിൽസ്, അതിന്റെ ട്രാൻസാക്ഷൻ സമ്മറി പബ്ലിഷ് ചെയ്യുന്നുള്ള ധൈര്യമുണ്ട്. അതാണല്ലോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ ധൈര്യം കാണിക്കാതെയും അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ സമ്മറി പോലും പുറത്ത് കാണിക്കാൻ ധൈര്യം കാണിക്കാതിരിക്കുകയും ചെയ്യുന്നിടത്താണ് ഇതിലെ ഏറ്റവും അപകടകരമായ ഘട്ടം. ആ ട്രാൻസാക്ഷൻ സമ്മറി, അക്കൗണ്ട് ഡീറ്റെയിൽസിന്റെ ട്രാൻസാക്ഷൻ സമ്മറി പുറത്തു കൊണ്ടുവരുന്നുള്ള ധൈര്യമാണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത്. പക്ഷേ ഇതിനു മുൻപ് പല അക്കൗണ്ട് ഡീറ്റെയിൽസിന്റെയും ട്രാൻസാക്ഷൻ സമ്മറി പുറത്തു വന്നപ്പോഴും അത് കെട്ടിച്ചമച്ച കാര്യങ്ങളാണെന്ന് പറഞ്ഞ് ഒഴിയുകയായിരുന്നു. ഉദാഹരണത്തിന് എക്സാലോജിക്കിന്റെ മേൽവിലാസം എന്ന് പറയുന്നത് AKG സെന്റർ ആണെന്ന് ആദ്യം വാർത്ത വന്നപ്പോൾ പറഞ്ഞു, എവിടെ അതിന്റെ രേഖകൾ എന്ന്. പുഷ്പം പോലെ രേഖകൾ പുറത്തു വന്നു. അത് അന്വേഷണ ഏജൻസി പോലും അത് കണ്ടെത്തുകയുണ്ടായി. അതിനെതിരെ നടപടി പോലും എക്സാലോജിക്കിന് നേരിടേണ്ടി വന്നു, വ്യാജവിലാസം കൊടുത്തതിന്. പിന്നെ CMRലുമായുള്ള ഇടപാടിന്റെ രേഖകളാണ്. പുല്ലുപോലെ ആ രേഖകൾ വന്നു. കർണാടക ഹൈക്കോടതിയിൽ അത് അന്വേഷണ ഏജൻസി നൽകുകയും ചെയ്തു. അത് ആ വിധിന്യായത്തിന്റെ ഭാഗമായി പോലും വരികയും ചെയ്തു.
അപ്പോൾ പിന്നെ ആ ചോദ്യങ്ങൾ അസ്തമിച്ചു. ഈ സ്റ്റേറ്റ്മെന്റുകളും പുറത്തു വരും അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, വെയിറ്റ് ആൻഡ് സീ. മഞ്ജുഷ, ഞാൻ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ്, ആ അക്കൗണ്ട്സിന്റെ സമ്മറി നിങ്ങൾ പബ്ലിഷ് ചെയ്യണം. ഇത് പബ്ലിഷ് ചെയ്യാതെ ഇത്തരം ഒരു ചർച്ച നടത്തുക എന്ന് പറയുന്നത് ഏറ്റവും വൃത്തികെട്ട മാന്യമല്ലാത്ത തരത്തിലുള്ള ഒരു മാധ്യമ പ്രവർത്തനമായി. ഒരു സെക്കൻഡ്, അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് ആരോപണമായി തന്നെയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്, അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ പുറത്തു വരട്ടെ. ഷോൺ, അല്ല, ഏതെങ്കിലും ഞാനിപ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയല്ലേ CPM, എൻ്റെ ഏതെങ്കിലും ഒരു അക്കൗണ്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എൻ്റെ ബാങ്കിൽ നിന്നെടുത്ത് പബ്ലിഷ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അതൊരു മാധ്യമ പ്രവർത്തകർ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല, ഒരു സാധാരണക്കാരൻ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. ഇത് മാത്രമല്ല, മറ്റൊരു രാജ്യത്ത് ഉള്ള ഒരു അക്കൗണ്ടാണ്. ആ അക്കൗണ്ടിന് അതിൻ്റെതായ പ്രൊസീജിയറിലൂടെ മാത്രം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക ഏജൻസികൾ വഴി അല്ലാതെ ഒരിക്കലും ആ അക്കൗണ്ടിനെ, ഞാൻ ഇപ്പോൾ തന്നെ പറയില്ല, ആ അക്കൗണ്ട് ഒരിക്കലും ഡിലീറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് നല്ല വിശ്വാസം വന്നതിന് ശേഷമാണ് ഞാനിത് പുറത്ത് പറഞ്ഞത്. അല്ലെങ്കിൽ ഇത് പുറത്ത് പറയുന്നതിന് മുമ്പ് അത് ഡിലീറ്റ് ആയി പോകും. എനിക്ക് നന്നായിട്ട് അറിയാം. ശരി, ഹസ്കർ മറുപടി. അങ്ങനെയല്ലല്ലോ നമ്മൾ മാധ്യമ പ്രവർത്തകർ. നമ്മൾ ഇന്ത്യയിലെ പല കോളിളക്കം സൃഷ്ടിച്ചിട്ടുള്ള വാർത്തകൾ പുറത്തുവിട്ടിട്ടുള്ളത് കൃത്യമായി അതിന്റെ രേഖകൾ സഹിതമാണ്. നമുക്കറിയാലോ, ആദർശ് ഫ്ലാറ്റ് കുംഭകോണം, ആ ആദർശ് ഫ്ലാറ്റ് കുംഭകോണത്തെ സംബന്ധിച്ച് കൃത്യമായി അതിനൊപ്പം രേഖകൾ വെച്ചിട്ട് തന്നെയാണ് അത് പുറത്തു കൊണ്ടുവന്നത്. അപ്പോ അത്തരത്തിൽ ബാങ്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ഒരു അന്വേഷണാത്മക പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ആരെങ്കിലും പുറത്തു കൊണ്ടുവന്നാൽ, അതിനുള്ള ധൈര്യം വന്നു കഴിഞ്ഞാൽ അതിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള സ്വകാര്യതയുടെ ലംഘനം എന്ന നിലയിൽ നിയമ നടപടി എടുക്കാൻ കഴിയുമോ? അല്ല, ധൈര്യത്തിന്റെ പ്രശ്നമൊന്നും അതിനകത്തില്ല. അത് മാധ്യമപ്രവർത്തനം തുടരും. അതിനകത്ത് താങ്കൾ സംശയിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ അന്വേഷണ റിപ്പോർട്ടുകൾ വന്ന ശേഷവും ആ PV ഞാനല്ല എന്ന് പറഞ്ഞ സാഹചര്യമുണ്ട്. അങ്ങനെ പറഞ്ഞേക്കരുത് ഇനി അതിനുശേഷം. ശ്രീ